ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ ബേബി ഷവറിന് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ സ്ട്രോബെറി ചോക്ലേറ്റ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലേവറുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫങ്ഷൻ്റെ ഹൈലൈറ്റ് തന്നെ ഈ കേക്ക് എന്ന് പറയാം. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. ആദ്യം തന്നെ കേക്കിന് വേണ്ട കാര്യങ്ങളാണ് ചെയ്തത്. 4 മുട്ടയിലേക്ക് വാനില എസൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. കൂടെ തന്നെ 1/2 കപ്പ് ഷുഗറാണ് ഉപയോഗിച്ചത്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെച്ചു. ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1 കപ്പ് മൈദ, പിന്നെ കൊക്കോ പൗഡർ, ആവശ്യത്തിന് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചൊരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തു. പിന്നെ നേരത്തെ നമ്മൾ വിസ്ക് ചെയ്ത് മാറ്റി വെച്ച എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക് ഒരു 1/3 കപ്പ് ഓയിലൊക്കെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് പതിയെ നമ്മൾ അരിച്ച് വെച്ച നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ബേക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ ഓവനൊന്നുമല്ല, അല്ലാതെ തന്നെയാണ് നമ്മൾ അടികട്ടിയുള്ള പാത്രത്തിൽ അടച്ചു വെച്ചിട്ടാണ് ഒരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തത്. 2 ട്രേയിലാക്കിയാണ് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തത്. കാരണം 2ആയിട്ട് ബേക്ക് ചെയ്ത് നമുക്കിങ്ങനെ ലെയേഴ്സ് ആക്കി എടുക്കുമ്പോൾ കുറച്ചധികം ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കേക്ക് കുറച്ചൊന്ന് ഹൈറ്റിന് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഉള്ള ഇതിൻ്റെ ഈ ഒരു കേക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് ചേർത്തിരിക്കുന്ന ആ ഒരു സ്ട്രോബെറി ഫില്ലിംഗ് ആണ്. അപ്പോൾ സ്ട്രോബെറി, നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ഒരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കട്ടിയുള്ള കഷ്ണങ്ങളാക്കി തന്നെയാണ് അരിഞ്ഞെടുത്തത്. എന്നിട്ട് ആവശ്യത്തിന് ഷുഗറും കൂടി ചേർത്ത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തു. ഒരുപാട് നേരം ഇട്ട് അങ്ങ് കുക്ക് ചെയ്ത് ജാം പോലെ ആക്കിയില്ല. കാരണം ആ ഒരു സ്ട്രോബെറിയുടെ ക്രഞ്ച്നെസ് അങ്ങനെ തന്നെ വേണമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നേരം ഇട്ടങ്ങ് കുക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കിയില്ല. അങ്ങനെയാണ് ചെയ്തത്. കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ്. പിന്നെ അടുത്തുള്ള സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേനും കേക്ക് അറേഞ്ച് ചെയ്തെല്ലാം സെറ്റ് ചെയ്തതായിരുന്നു. ഓരോ ലെയറായിട്ട് വെച്ച് കൊടുത്തു. ഷുഗർ സിറപ്പും മിൽക്ക് മെയ്ഡും ചേർത്തു. വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് സ്ട്രോബെറി ഫില്ലിങ്ങും കൂടെ വെച്ചു. വീണ്ടും അത് തന്നെ ഇങ്ങനെ ലെയർ ചെയ്ത് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. ഫുൾ ഐസിങ് ചെയ്തു. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ക്രീം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ബാക്കി ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്തത്. അപ്പോൾ കേക്കാക്കി എടുത്തതിൻ്റെ ഓൾ ക്രെഡിറ്റ് എൻ്റെ സിസ്റ്ററിലൊക്കെ ആയിരുന്നു. ആളായിരുന്നു കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ കേക്ക് നന്നായിട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം, കുട്ടികളൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കളറൊന്നും ചേർത്തിട്ടില്ല, എല്ലാം കൺട്രോൾഡ് ആയിട്ട് തന്നെ. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് എത്ര വേണമെങ്കിലും കഴിക്കാനും പറ്റുമായിരുന്നു. പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു ഗോൾഡ് കളർ സംഭവമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റ്